പഞ്ചാരക്കര പുത്തം വീട്ടിൽ വലിയ കേശു പണിക്കരുടെ മൂത്ത മകൻ ചാത്തുപ്പണിക്കരാ ഞാൻ. എന്നോടാ അവന്റെ കളി. എന്നെപ്പോലൊരു മാന്യനെ എന്റെ കുമാരന്റെ വീട്ടിൽ നിറക്കി വിടാൻ അവൻ ആരാ ലൈസൻസ് കൊടുത്ത? എന്താ പണിക്കരേട്ടാ? ഒരു ബന്ധവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ ഒരു അന്യ വീട്ടിൽ വന്ന് ഒരുത്തിന് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കുവോ? കുമാരൻ ചത്തു എന്നറിഞ്ഞപ്പോ നേരെ ഇങ്ങ് കയറി പോന്നതാ അവൻ. ഞാൻ ഈ പറയുന്ന അച്ചട്ട. അവനെ അവിടെ മറ്റവനാ കാമുകൻ. എനിക്ക് മനഃശാസ്ത്രം അറിയാം. എല്ലാവരെയും കാണണമെങ്കിൽ കണ്ടോ ഈ മാന്യനായ മനഃശാസ്ത്രജ്ഞനെ. നിങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത് ശരിയാ. നാട് നീളെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കണല്ലേ നിങ്ങളുടെ മഹത്വം. അത് വല്ലാണ്ടങ്ങ് വിളമ്പണ്ട. വിളമ്പുവേടോ, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. 24 മണിക്കൂറും കള്ളും കുടിച്ചു നടക്കുന്ന തനിക്ക് എന്നെ പറ്റി പറയാൻ എന്ത് അവകാശമാണോ ഉള്ളത്? അവകാശമുണ്ട്. ഞാൻ തന്നെ പോലെ നാണമില്ലാതെ നടക്കുന്നവനല്ല. ഞാൻ കള്ളു കുടിച്ചാലും ഏത് പാതിരാത്രി ഏത് വീട്ടിലും മണി പോലെ കയറി ചെല്ലാം. താൻ കള്ളു കുടിച്ചില്ലെങ്കിൽ കയറി ചെന്ന അവരെ കേട്ടില്ല അല്ലേ സഖാവേ? അതിപ്പോ രാഷ്ട്രീയപരവും സൈദ്ധാന്തികവുമായിട്ട് പറഞ്ഞ തുടങ്ങി. വേണ്ട, താൻ വലിയ കൊത്താഴത്ത പണിക്കരാന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് നിങ്ങളുടെ പരദൂഷണം കാരണം ഈ നാട്ടിലെ ഒരു പെണ്ണ് കിരട്ടിച്ചാടി ചത്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സദാശിവൻ, അവൻ ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ ആൺകുട്ടിയാ, കാര്യത്തിന് കൊള്ളുന്നവൻ. എന്ത്? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ അവന്റെ ആളുകളായി. മോങ്ങാൻ തുടങ്ങി. ചേട്ടനാ? ഇതെന്താ തലേ കൂടെ മുണ്ടിട്ടിരിക്കുന്നത്? അയ്യോ, തലേ കൂടി മുണ്ടിട്ട് വന്ന എന്തിനാണ്? സമയം ഒരുപാട് വൈകിയില്ലേ? തന്നെയുമല്ല, നീ നാട്ടിലെ പ്രഥമ വനിതയാണല്ലോ. ഞാൻ ഈ പഞ്ചാരക്കര പഞ്ചായത്തിലെ പ്രഥമ പൗരനും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്നതിന് ചില അക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. അക്ലിഷ്ടതയോ? ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കേണ്ടതുണ്ടെന്ന്. അടുത്ത ഇലക്ഷനിൽ എന്നെ താഴെ ഇറക്കാൻ ചിലരിവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. പാതിരാ കഴിഞ്ഞില്ലേ? ഈ നേരത്തെ വരവ് പതിവില്ലല്ലോ. ചേട്ടൻ വീട്ടിൽ പോവാൻ നോക്ക്, ഭാര്യ സംശയിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? ആ കുമാരൻ ചത്തില്ലേ, ഞാൻ അവന്റെ വീട്ടിലാണ് നമ്മൾ കരുതിക്കോളൂ. ഒരു മരണം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി അറിയാമല്ലോ. റീത്തുവയ്ക്കൽ, ഫോട്ടോ എടുക്കൽ, അനുശോചനം, മീഡിയ ചാനൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടടി കള്ളി പെണ്ണേ. എനിക്കറിയാം, ഈ സ്നേഹമൊക്കെ കുറച്ചു നേരത്തേക്ക്. ഇരിക്കട്ടെ, ഞാൻ എത്ര നാളായി പറയുന്നു ഈ വീടൊന്ന് വാർത്തു തരണോന്ന്. ഞാനൊരു പാവല്ലേ ചേട്ടാ? മാധവി, പാവങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്നെ കൂടി മനസ്സിൽ കണ്ട് ഞാനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചീറ്റി പോയാൽ കക്കൂസിന് തരും. കക്കൂസിന്നോ? PKF പഞ്ചായത്ത് കക്കൂസ് നിർമ്മാണ ഫണ്ട്. അതിൽ നിന്ന് ഞാൻ വെട്ടും. കോഴി കൂവുന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തെത്തണം. അപ്പോ കുമാരന്റെ വീട്ടിൽ പോണില്ലേ? അവൻ പോയില്ലേ? അന്വേഷണം നടക്കല്ലേ, ബോഡി വരട്ടെ. നിന്റെ ബോഡി ഒന്ന് ചീർത്തിട്ടുണ്ട്, കുറയ്ക്കണം. ആയുർവേദം നല്ലതാണോ ചേട്ടാ? ഈ നട്ടപ്പാതിരയ്ക്ക് സാമവേദമാണ് നല്ലത്. അനുരാഗവിലോചനായി മരിച്ചിട്ട് പാട്ടുപാടി നടക്ക. അത് പിന്നെ പാട്ട് എന്റെ ഒരു വീക്ക്നെസ്സാ. മരിച്ചതിൽ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഫാസ്റ്റ് ലൈഫ് അല്ലേ? അത് പോട്ടെ, പിന്നെന്തൊക്കെ ഇയാളുടെ വീക്ക്നെസ്സുകള്? പിന്നെ പറയട്ടെ? പറയേ. വേണ്ട, ഞാൻ പിന്നെ പറയാം. പറയുന്നേ. എന്നാ പിന്നെ SMS ചെയ്യാം. അപ്പോ നമ്പർ വേണ്ടേ? പിന്നെ വിട്ടു. ഞാൻ കണ്ടു. എന്ത്? അല്ല, കാണുമായിരുന്നു. കുറച്ചുകൂടെ വൈകി വന്നിരുന്നെങ്കിൽ അല്ലേ? പറയട്ടെ, ചേട്ടനോട് പറഞ്ഞേക്കാം, അതാ നല്ലത്. എന്റെ പൊന്നിയേട്ടാ, ചതിക്കല്ലേ. അപ്പൊ ചീറ്റിംഗ് ആണോ? പിന്നെ ഹലോ, പ്ലീസ് പറയല്ലേ. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എനിക്കൊന്നും അറിയില്ല. അറിയാം, നിങ്ങൾക്കേ അറിയൂ. നിങ്ങളല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. ഓ, അങ്ങനെ. സൗമിനിയുടെ ആൾക്കാരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. എന്റെ നേരെ അനിയനാ കുമാരൻ. ഞങ്ങള് സഹോദരങ്ങളായല്ല, സുഹൃത്തുക്കളെ പോലെ വളർന്നത്. അവൻ മരിച്ചിട്ട് അവന്റെ ബോഡി എവിടെയാണെന്ന് അറിയാതെ അനാഥായി കിടക്കുന്നുണ്ടാവും. അത് നമുക്ക് കണ്ടെത്തണം. അന്വേഷണത്തിനും മറ്റും കാശുകളും ഉണ്ടാവുമല്ലോ. കാശ് ഒരു പ്രശ്നമാക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എന്നാണോ? അല്ല, ചേട്ടനെയാ. ഇങ്ങോട്ട് വന്നേ.
വൈഫാ ചെന്നാട്ടെ. ആ അപ്പൊ പറഞ്ഞ മതി. ഓ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്താ അയാളോട് പറഞ്ഞത്? അത് പിന്നെ കാശിന്റെ കാര്യം ബോഡി കണ്ടെത്താനും മറ്റും ചെലവുണ്ടാവൂലോ. നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ മരിച്ച അവന്റെ സ്വത്തുക്കളിൽ എനിക്കും അവകാശം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കണ്ടേ? ആവേശ് കുമാർ ആവല്ലേ? ഞാൻ പറഞ്ഞെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഈ കാണുന്നതൊക്കെ പണയത്തിലാ. കടം കയറി നിക്കക്കള്ളിയില്ലാതെ അവൻ ചത്തത്. ആണോ? ഇനിയിപ്പോ എന്താ ചെയ്യ പത്മിനി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അതിന് ഇതിനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും കാശിന്റെ ചെലവ് വരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ പിന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാല്ലേ? അത് പിന്നെ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടല്ലോ. ആ. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ നടക്കട്ടെ. ഓ ഓ ഓ ഉം. ഒന്നല്ലെങ്കിൽ നടക്കടോ. ഇതൊന്നും അരിഞ്ഞേ. ശരി. ആ ജയശ്രീ, ഉച്ചക്കലത്ത് ഊണിടുമ്പോ കുറച്ചുകൂടി ഇട്ടോ. ചിക്കൻ കിടന്ന ആൾക്കാർ ബഹളം വെക്കണത് ആ കോഴി ചിക്കന് പോയി പന്നി എന്തിയെ? എത്തിയിട്ടില്ല. അതെ, അരി ഇടുമ്പോ രണ്ടടക്കം കൂടി ഇട്ടേക്ക്. ആളുകൾ അധികം കഴിക്കില്ല. ആ ഇന്നലത്തെ ബീഫ് കറി എടുത്ത് ബീഫ് റോസ്റ്റ് ആക്ക്. അപ്പൊ ഇന്നലത്തെ ബീഫ് റോസ്റ്റോ? എടി ബീഫ് ഫ്രൈ ആക്കടി. ഇതൊക്കെ നിങ്ങൾ നിത്യം പറഞ്ഞു വന്നേ. ചിക്കന് ബഹളം വെക്കല്ലേ? തരാം തരാം. അതെ, ആരും ബഹളം ഉണ്ടാക്കണ്ട. എല്ലാവർക്കും സാധനം എത്തിക്കും. 2 പൊറോട്ട ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ട് മണിക്കൂർ ഒന്നാ. എത്ര നേരം കാത്തിരിക്ക? അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കറി കഴിക്കണമെങ്കിലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എടോ പണിക്കരെ, ഇവിടെ കണാഗുണാന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടെങ്കിലില്ല, ഇത് പഴയ പോലത്തെ ചായക്കടയല്ല, പിന്നെ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ്. ആസിയാൻ പ്രതിപക്ഷത്തിന് എതിർപ്പ്. എല്ലാം എതിർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു രീതി. അയ്യോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാർച്ച് 2. അപ്പൊ 2-3 ദിവസം ബാർ അവധിയായിരിക്കും. ആവശ്യമുള്ള സാധനം നേരത്തെ അത് പറഞ്ഞപ്പോഴാ ഓർത്ത് നമുക്കുണ്ടായിരുന്നല്ലോ ഒരു പ്രസിഡന്റ്. ഉണ്ടായിരുന്നല്ലോ എന്നല്ല, ഉണ്ട് എന്ന് തന്നെ പറയണം. താൻ പറഞ്ഞതിന്റെ അർത്ഥം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല എന്നല്ലേ? എന്നാ കണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റിനെ ശരിക്കും കണ്ടോ? തന്നെ പോലെ ഒരു പഴഞ്ചൻ പത്രവും കക്ഷത്തി ഇടുക്കി പിടിച്ചോണ്ട് കണ്ട ചായക്കടയുടെയും പെട്ടിക്കടയുടെയും തിണ്ണനിറങ്ങലല്ല എന്റെ ജോലി. സാറിനെ കണ്ടത് നന്നായി. സാറിന്റെ അടുത്തൊരു അപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? എല്ലാ മാസവും 1-ാം തീയതിയുള്ള ബാർ അടവ് ഒന്ന് ഒഴിവാക്കി തരുമോ? ഞാനും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാർ അതിന്റെ തിരക്കിലായിരുന്നു. തിരക്കിനെ കുറിച്ച് ഒന്നും പറയണ്ട വോട്ടറെ. ഒരുപോലെ കണ്ടടച്ചിട്ട് എത്ര ദിവസമായെന്നറിയാം. ഇന്നലെ രാത്രി പോലും ഈ പഞ്ചാരക്കര പഞ്ചായത്തിന്റെ പരിപൂർണ വികസനത്തിന് വേണ്ടി 1 മിനിറ്റ് പോലും ഒഴിവില്ലാതെ പണിയെടുക്കായിരുന്നു മാധവനുമായിട്ട് ചർച്ച. അതിന്റെ ഇടയ്ക്കാ ഓരോരുത്തന്മാരുടെ വക. കുമാരന്റെ വിധവയെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ.